തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്നതോടെ UDF രണ്ടും കൽപ്പിച്ച കളത്തിലേക്ക് ഇറങ്ങുകയാണ്. തീർപ്പ് കൽപ്പിച്ചേ മതിയാകൂ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താണ്ഡവത്തിനെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലും പ്രതിഫലിക്കുകയാണ്. വാർഡ് പുനർവിഭജനത്തിന് ശേഷം തിടുക്കത്തിൽ തയ്യാറാക്കിയ പട്ടികയിൽ ഗുരുതരമായ തെറ്റുകൾ കടന്നുകൂടിയതായിട്ട് ആക്ഷേപം ഉയർന്നു. ഈ മാസം 23-ന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച അടുത്ത മാസം 7 വരെ പരാതികളും അപേക്ഷകളും സമർപ്പിക്കാം. എന്നാൽ 15 ദിവസം എന്നത് പിഴവുകൾ തിരുത്താൻ മതിയായ സമയമല്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയത്. സമയപരിധി 30 ദിവസമാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട UDF ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്നു. നിരവധി വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായിട്ടും ചിലരുടെ താമസ വാർഡിൽ നിന്നും മാറ്റി ഡിവിഷനുകൾ ഉൾപ്പെടുത്തിയതായിട്ടും പരാതിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 2 കൗൺസിലർമാരുടെ പേര് പോലും സമീപ ഡിവിഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കൗൺസിലർക്കും മാതാവിനും വ്യത്യസ്ത ഡിവിഷനുകളാണ് ഉള്ളത്. ഒരു വീട്ടിൽ 4 പേര് മാത്രം താമസിക്കുമ്പോൾ 18 വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടതും വിവാദമായി. വാർഡ് അതിർത്തി വ്യക്തമാക്കുന്ന സ്കെച്ച് നൽകാത്തത് കൊണ്ട് തന്നെ പേര് ചേർക്കൽ ദുഷ്കരമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPIM ശ്രമിക്കുന്നതായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച CPIMന്റെ താൽപര്യാർത്ഥം ഡീമിലിറ്റേഷൻ നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കൂട്ടുനിന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് പല തദ്ദേശ സെക്രട്ടറിമാരും CPIM നേതാക്കൾക്ക് പട്ടിക ചോർത്തി നൽകിയെന്നും ആരോപണമുണ്ട്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടന്നതിനെതിരെ ഡൽഹി പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലും സമാനമായ അട്ടിമറിയാണ് നടക്കുന്നത് എന്ന് സതീശൻ പറഞ്ഞു വെച്ചു. പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ബൂത്തിൽ 1100 വോട്ട് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ മേഖലകളിൽ 1300 വോട്ട് വരെ ഉൾപ്പെടുത്തി. പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കുറച്ചതും പ്രായമായവർക്ക് വോട്ട് ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടിവരുന്ന സാഹചര്യം സൃഷ്ടിച്ചതായിട്ടും ആക്ഷേപമുണ്ട്. രാത്രി 10 മണി വരെ പോളിംഗ് നീളാൻ സാധ്യതയുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും സതീശൻ ആരോപിച്ചു വെച്ചു. പിഴവുകൾ പരിശോധിക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ലെങ്കിൽ UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തതുകൊണ്ട് തന്നെ തദ്ദേശ വോട്ടർമാർ പട്ടികയിലും പേരുണ്ടാകുമെന്ന് ആരും കരുതരുത്. കാരണം 2 വെവ്വേറെ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമാണ് ഉള്ളത്. വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പട്ടിക പരിശോധിക്കാം. എല്ലാ പട്ടികയും പരിശോധിച്ച് അതത് വാർഡുകളിൽ വോട്ട് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വേണം. കരട് വോട്ടർ പട്ടികയിൽ 1034 തദ്ദേശ സ്ഥാപനങ്ങളുടെ 20,998 വാർഡുകളിലായി 2,66,78,256 വോട്ടർമാരാണുള്ളത്. കഴിഞ്ഞ വർഷം ശുദ്ധീകരണം നടത്തിയ വോട്ടർ പട്ടിക പൂർത്തിയാക്കിയ വാർഡുകളിലേക്കാണ് കരട് പട്ടിക തയ്യാറാക്കിയത്. 2020 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുള്ള വോട്ടർ പട്ടിക 2023 ഒക്ടോബറിലും 2024 ജൂലൈയിലും ശുദ്ധീകരണം നടത്തിയിരുന്നു. 2023 ഒക്ടോബറിലെ കരടിൽ 2,76,70,536 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പല വാർഡുകളിൽ വോട്ടർമാരുടെ പേരുകൾ മറ്റൊരു വാർഡിലേക്ക് മാറി എന്ന പരാതിയുമുണ്ട്. 100 വാർഡ് ഉണ്ടായിരുന്നിടത്ത് വിഭജനം പൂർത്തിയായപ്പോൾ അത് 101 വാർഡായി. അതിന്റെ ഭാഗമായി സംഭവിച്ച മാറ്റമാകാം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അന്തിമ പട്ടികയിലും ഇത്തരം അപാകതകൾ കടന്നുകൂടിയാൽ വ്യാപക പ്രതിഷേധങ്ങൾക്കാവും ഇട നൽകുക. ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ 11 ലക്ഷത്തിലധികം പേരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്.